ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പ്രധാനമന്ത്രി നഗരവികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് അവതരിപ്പിക്കുമെന്ന നിലയിലേക്ക് കരുതേണ്ട, ബ്ലൂ പ്രിന്റിൽ മലക്കം മറിഞ്ഞ് മേയർ വി രാജേഷ്. തലസ്ഥാന നഗരത്തിന്റെ വികസന ബ്ലൂ പ്രിന്റിൽ മലക്കം മറിഞ്ഞ് മേയർ വി രാജേഷ്. പ്രധാനമന്ത്രി നഗരവികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് അവതരിപ്പിക്കും എന്ന നിലയിലേക്ക് സന്ദർശനം കരുതേണ്ട എന്ന് വി രാജേഷ് പറഞ്ഞു. കോർപ്പറേഷൻ നടത്തിയ ചർച്ചയുടെ വിവരങ്ങൾ പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തും. പ്രഖ്യാപിക്കേണ്ട പദ്ധതികൾ തീരുമാനിക്കേണ്ടത് പിഎംഒയാണ്. മാധ്യമങ്ങൾ നൽകുന്നത് അവരുടെ പ്രതീക്ഷയിൽ വിടർന്ന കാര്യങ്ങളാണ്. സാറ്റലൈറ്റ് സിറ്റി, ലൈറ്റ് മെട്രോ തുടങ്ങിയവ വാർത്തയായി നൽകുന്നു. ഇക്കാര്യങ്ങളൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇക്കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം, പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അന്തിമരൂപം നൽകുന്നതിന് ഇനിയും വികസന കോൺക്ലേവുകൾ നടത്തേണ്ടതുണ്ട്. ഫെബ്രുവരിയിൽ വിദഗ്ധരുമായി തുടർ ചർച്ചകൾ നടക്കുമെന്നും വി രാജേഷ് വ്യക്തമാക്കി. അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചു. കിളിമാനൂരിലെ ദമ്പതികളുടെ അപകട മരണത്തിൽ പോലീസുകാർക്കെതിരെ കൂട്ടനടപടി. തിരുവനന്തപുരം കിളിമാനൂരിൽ രജിത് അംബിക ദമ്പതികൾ അപകടത്തിൽ മരിച്ച സംഭവത്തിൽ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ കൂട്ടനടപടി. കിളിമാനൂർ എസ്എച്ച്ഒയെ അടക്കം സസ്പെൻഡ് ചെയ്തു. എസ്എച്ച്ഒ ബി ജയൻ, എസ്ഐ അരുൺ, ജിഎസ്ഐ ഷജീം എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. അപകടം അന്വേഷിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതിനാണ് നടപടി. പ്രതികളെ സഹായിക്കുവാൻ പോലീസ് ശ്രമിച്ചതും തൊണ്ടി മുതൽ കത്തിച്ചതും മാധ്യമങ്ങളാണ് പുറം ലോകത്തെ അറിയിച്ചത്. കേസിൽ ഇന്ന് ആദ്യത്തെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരുന്നു. വാഹനം ഓടിച്ച പ്രതിയെ ഒളിവിൽ പോകുവാൻ സഹായിച്ച ആദർശ് എന്നയാളെയാണ് കിളിമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിലെ രണ്ടാം പ്രതിയാക്കിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപകടമുണ്ടാക്കിയ പ്രതികളെ ഇതുവരെ പോലീസിന് പിടികൂടുവാൻ സാധിച്ചിട്ടില്ല. പ്രതികൾ തമിഴ്നാട്ടിൽ ഒളിവിലാണ് എന്നാണ് സൂചന. നാദിർഷാ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഹിറ്റ് കോംബോയുടെ മാജിക് മഷ്റൂംസ് ജനുവരി 23-ന് തിയേറ്ററുകളിൽ. ഫാമിലികൾക്ക് ആഘോഷിച്ച് ആസ്വദിച്ച് കാണുവാനായി ക്ലീൻ യു സർട്ടിഫിക്കറ്റുമായി നാദിർഷയും വിഷ്ണു ഉണ്ണികൃഷ്ണനും ഒന്നിക്കുന്ന മാജിക് മഷ്റൂംസ് റിലീസിന്. ചിത്രം ജനുവരി 23-ന് തിയേറ്ററുകളിലെത്തും. ക്ലീൻ യു ഫിലിം സർട്ടിഫിക്കേഷനാണ് ചിത്രത്തിന് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത്. സമകാലീന സംഭവങ്ങൾ കോർത്തിണക്കി ഒരു മുഴുനീള ഫാമിലി കോമഡി എന്റർടൈനർ ആയിരിക്കും ചിത്രം എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. നാദിർഷയുടെ മകളും വിനീത് ശ്രീനിവാസനും ചേർന്ന ആലാപനം. മാജിക് മഷ്റൂംസിലെ ഗാനം പുറത്ത്. സ്ലേറ്റ് പെൻസിലും ചോക്കുപൊടിയും, ഓടിട്ട സ്കൂളും ചോറ്റുപാത്രവും, 1000 മധുരമുള്ള ഓർമ്മകളുമായി ഒരു ഗാനം. സ്കൂൾ കാലഘട്ടത്തിലെ നിത്യഹരിത ഓർമ്മകൾ കോർത്തുവച്ച ഒരു സ്കൂൾ നൊസ്റ്റു ഗാനവുമായി എത്തിയിരിക്കുകയാണ് മാജിക് മഷ്റൂം സിനിമയിലെ കുഞ്ഞാൻ തുമ്പി എന്ന് തുടങ്ങുന്ന ഗാനം. സംവിധായകൻ നാദിർഷയുടെ മകൾ ഖദീജയും വിനീത് ശ്രീനിവാസനും ചേർന്ന് ആലപിച്ചിരിക്കുന്ന ഗാനം ആസ്വാദകരുടെ മനം കവർന്നിരിക്കുകയാണ്. സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. സമകാലീന സംഭവങ്ങൾ കോർത്തിണക്കി ഒരു മുഴുനീള ഫാമിലി കോമഡി എന്റർടൈനർ ആയിരിക്കും ചിത്രം എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. സിനിമയുടെ ട്രെയിലറും ടീസറും പാട്ടുകളും ഇതിനകം ഏവരും ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അക്ഷയ ഉദയകുമാറാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. മഞ്ചാടി ക്രിയേഷൻസിന്റെ ബാനറിൽ അഷ്റഫ് പിലാക്കൽ നിർമ്മിക്കുന്ന സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് നവാഗതനായ ആകാശ് ദേവാണ്. ഭാവന റിലീസാണ് ഡിസ്ട്രിബ്യൂഷൻ. ചെങ്ങാലൂർ തിരുനാളിന്റെ പ്രദക്ഷിണത്തിലേക്ക് വീണ ഗുണ്ട് പൊട്ടിത്തെറിച്ചു, 10 പേർക്ക് പരിക്ക്. തൃശൂർ ചെങ്ങാലൂർ പള്ളിയിലെ വെടിക്കെട്ടിനിടെ അപകടം. തിരുനാൾ പ്രദക്ഷിണത്തിലേക്ക് വീണ ഗുണ്ട് പൊട്ടിത്തെറിച്ചു, 10 പേർക്ക് പരിക്കേറ്റു. സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ കൊടകര, അങ്കമാലി, വെണ്ടൂർ എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ചെങ്ങാലൂർ ലാസ്റ്റ് കപ്പേളയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നടത്തിയ വെടിക്കെട്ടിനിടെയാണ് അപകടം നടന്നത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഡിവൈഎസ്പിയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസ് കെ സുരേന്ദ്രൻ കുറ്റവിമുക്തൻ. ഡിവൈഎസ്പിയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ കെ സുരേന്ദ്രൻ കുറ്റവിമുക്തൻ. 2018-ൽ ഡിവൈഎസ്പി ആയിരുന്ന സദാനന്ദനെ ഭീഷണിപ്പെടുത്തി എന്ന കേസിലാണ് കെ സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിയത്. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. 2018-ലെ കേസിലാണ് വിധി. ഫസൽ വധക്കേസിൽ RSS BJP പ്രവർത്തകരെ പ്രതികളാക്കുവാൻ പോലീസ് നീക്കം നടത്തുന്നു എന്നാരോപിച്ചായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള സുരേന്ദ്രന്റെ ഭീഷണി. ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട പ്രസംഗവും FB പോസ്റ്റുമായിരുന്നു കേസിന് കാരണം. മരണത്തിൽ പോലും രാമായണം വായിക്കുന്ന ചാണ്ടി ഉമ്മൻ ബൈബിൾ വായിക്കണം. ഉമ്മൻചാണ്ടിയാണ് എന്നെ ചതിച്ചത്, മന്ത്രി KB ഗണേഷ് കുമാർ. ഉമ്മൻചാണ്ടിക്കെതിരെയും മകൻ ചാണ്ടി ഉമ്മൻ MLAക്കെതിരെയും ആരോപണങ്ങളുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. മുൻ മന്ത്രിസ്ഥാനം രാജിവെച്ചപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരിച്ചെടുക്കാമെന്ന് വാഗ്ദാനം നൽകി
തന്നെ പറ്റിച്ച ഉമ്മൻചാണ്ടി തന്നോട് ചെയ്തത് വലിയ ദ്രോഹമാണെന്നും ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. തന്റെ കുടുംബം തകർക്കുവാനും മക്കളെ തന്നിൽ നിന്നും വേർപിരിക്കുവാനും ഉമ്മൻചാണ്ടി ബോധപൂർവ്വം ശ്രമിച്ചുവെന്നും കുടുംബ തർക്കങ്ങളിൽ മധ്യസ്ഥനെന്ന വ്യാജേന ഇടപെട്ട് തന്നെ ചതിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സോളാർ കേസുമായി ബന്ധപ്പെട്ട ചാണ്ടി ഉമ്മൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കും ഗണേഷ് കുമാർ മറുപടി നൽകി. കള്ളസാക്ഷി പറയരുത് എന്ന ബൈബിൾ വചനം ചാണ്ടി ഉമ്മൻ ഓർക്കണമെന്നും അറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് അദ്ദേഹത്തിന് ഗുണകരം ആകില്ലെന്നും മന്ത്രി പരിഹസിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.